മൊമെൻറ്റ്സ് ഓഫ് എസെൻറ്റ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടക മാസത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണല്ലോ അല്ലേ കർക്കിടകക്കഞ്ഞി. പ്രതിരോധ ശേഷിക്കും കഫക്കെട്ട്, പിത്തം, ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ് കർക്കിടകക്കഞ്ഞി കുടിക്കുന്നത്. അപ്പോൾ കർക്കിടകക്കഞ്ഞിയുടെ ഒരു റെസിപ്പി കണ്ടാലോ? 10 ദശപുഷ്പങ്ങളാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. ഉഴിഞ്ഞ, മുക്കുറ്റി, കൃഷ്ണക്രാന്തി, കറുക, തിരുതാളി, പൂവാങ്കുറുന്നൽ, ചെറുള, മുയൽച്ചെവി, നിലപ്പന, കഞ്ഞുണ്ണി, കൂടാതെ തുളസി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കണം. ഇപ്പോൾ നീരെടുത്ത് വെച്ചതാണ്. എന്നിട്ട് നന്നായിട്ട് കുറച്ചും കൂടി വെള്ളം ചേർത്തുകൊണ്ട് നീരെടുക്കാം. പിന്നെ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് കുരുമുളക് പൊടി, കഫക്കെട്ടിനൊക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ എടുത്ത് വെച്ച് പിഴിഞ്ഞ് വെച്ച നീര് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇവിടെ ഒരു ഗ്ലാസ് കുറിയരിയാണ് എടുത്തിട്ടുള്ളത്. നല്ല നെല്ലുത്തീരിൻ്റെ അരി ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ എടുക്കാം. ഒരു ഗ്ലാസ്സാണ് എടുത്താൽ അത് കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകി അതും ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് അരി വേവുന്നതിന് ആവശ്യമായ വെള്ളം കൂടി നമുക്ക് ചേർക്കണം. അത്യാവശ്യം നല്ല വേവണം. നല്ല വെന്താലേ നമുക്ക് കഴിക്കാനുള്ളൊരു രസം ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് മൂടി വെച്ച് നന്നാപോലെ വേവിക്കാം. ഈ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു മുറി തേങ്ങ, പിന്നെ ചെറിയുള്ളി വേണം. ചെറിയുള്ളി ഒരു അരക്കപ്പ് ചെറിയുള്ളി നല്ലതാണ്, രക്തോട്ടത്തിനൊക്കെ നല്ലതാണ് കഴിക്കുന്നത്. അരക്കപ്പ് ചെറിയുള്ളി, 2 ടേബിൾ സ്പൂൺ നല്ല ജീരകം നന്നായിട്ട് കഴുകിയതാണ്, അതും കൂടി ഇതിലേക്ക് ചേർക്കാം. നല്ല ജീരകം ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് എടുക്കാം. അരപ്പൊക്കെ റെഡിയാക്കി വന്നപ്പോൾ തന്നെ അരി നന്നായിട്ട് വെന്തിയിട്ടുണ്ട്. എന്നിട്ട് അരച്ച് വെച്ച് നമ്മൾ ഈ അരപ്പ് ഈ അരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ചേർത്ത് കൊടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, അടി പിടിക്കാതെ. പെട്ടെന്ന് തേങ്ങ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. എന്നുള്ള ഉപ്പും കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ദശപുഷ്പങ്ങൾ മൊത്തം കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നത് വെച്ചിട്ട് നമുക്ക് ഈ കഞ്ഞി ഉണ്ടാക്കാം കേട്ടോ. ഇതിൽ നമുക്ക് തുമ്പ ചേർക്കാം, കറിവേപ്പില ചേർക്കാം, അങ്ങനത്തെയൊക്കെ ചേർക്കാം. എല്ലാം കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നത് എന്താണോ അത് വെച്ചിട്ട് മാത്രമായിട്ടും നമുക്ക് ഉണ്ടാക്കാം. കർക്കിടക മാസം കഴിയുന്നതിന് മുന്നേ എല്ലാവരും കർക്കിടക കഞ്ഞി ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോയുമായി പിന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.